അടിയന്തരമായ ഒരു ഘട്ടത്തിൽ തങ്ങൾ RSSുമായി ചേർന്നിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അത് അടിയന്തരാവസ്ഥ ഘട്ടമായിരുന്നതിനാലാണെന്നും അപ്പോൾ മറ്റൊന്നും നോക്കിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നു. അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസത്തിന്റെ രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല. യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു, ഗോവിന്ദൻ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFന് പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴായിരുന്നു പ്രതികരണം. താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്നും അത് പറഞ്ഞാൽ വിവാദമാകില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചത്. അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടക കക്ഷിയാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ടും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, ഇനി നിൽക്കില്ല. പക്ഷെ UDF ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായും രാഷ്ട്രീയ ഐക്യ മുന്നണിയാണ്. UDF യോഗത്തിൽ പങ്കെടുത്ത സ്ഥിതി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും. നിലമ്പൂരിൽ എളുപ്പമല്ല, ടൈറ്റുമല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. UDFന് ആദ്യം മുതലേ ഒരു രാഷ്ട്രീയവും പറയാനുണ്ടായിരുന്നില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ജനഹിതി പരിശോധിക്കാനായി ഇതിനെ പരിഗണിച്ച് പാസാകും. ഇടതുമുന്നണി രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി നേരിടുന്ന തിരഞ്ഞെടുപ്പാണിതെന്നും NV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു.